രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. അടുത്ത കൊല്ലം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. അതിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, വിശദാംശങ്ങൾ. നേരത്തെ തന്നെ ഈ രാജ്യമെമ്പാടും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അതിൽ പ്രധാനമായും ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു BJP നേതാവ്, ഡൽഹിയിൽ നിന്നുള്ള BJP നേതാവ് അശ്വനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ രാജ്യത്ത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്നായിരുന്നു. അതിനുശേഷം ആ ഹർജിയിൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് അയച്ചിരുന്നു. പിന്നീട് ഒരു മാസത്തിന് ശേഷം വീണ്ടും ആ ഹർജിയിൽ ഒരു തുടർ അപേക്ഷ ഈ അശ്വനി കുമാർ ഉപാധ്യായ തന്നെ നൽകിയിരുന്നു. അതിൽ പറയുന്നത് കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ 2026 തെരഞ്ഞെടുപ്പ് വരികയാണ്, പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ 5 സംസ്ഥാനങ്ങളിലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കണമെന്നായിരുന്നു രണ്ടാമത്തെ ഈ ഹർജിയിലെ അപേക്ഷയിൽ പറയുന്നത്. അന്നും സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹർജി നൽകിയിരുന്നു. ഇതിൽ ആദ്യം നൽകിയ ഈ ഇടവേളകളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടി സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അതായത് ഈ രാജ്യമെമ്പാടുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇടവേളകളിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് അത് പ്രാവർത്തികമാകാൻ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഹർജി തള്ളണം എന്നുള്ളൊരാവശ്യമാണ് ഇതിൽ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ നടപടികൾ 2026 ജനുവരി 1 മുന്നേ പൂർത്തിയാക്കാനുള്ള പ്രാരംഭ നടപടികളെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ സംസ്ഥാനത്തെ CEO ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതിന്റെ ഏതാണ്ട് ജൂൺ മാസത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചിരുന്നു. ഇതിന്റെ നടപടികൾ തുടങ്ങാനായിട്ട് രാജ്യമെമ്പാടുമുള്ള ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ തുടങ്ങാനായി കത്തയച്ചിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് സെപ്റ്റംബർ 10 ഈ മാസം ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിൽ തന്നെ പറഞ്ഞിരുന്നത് അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലായി. ഈ മാസത്തോടെ തന്നെ സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയും. അടുത്ത മാസം വേണമെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണം അതിന്റെ നടപടികൾ തുടങ്ങാനാകുമെന്ന് സംസ്ഥാനത്തെ ഓഫീസർമാർ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.